ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് ജലദോഷം. ജലദോഷം മാറാത്ത ജലദോഷം തീരെ മാറുന്നില്ല, മാറിയാലും 2 ദിവസം മാറുന്നു, പിന്നെയും വരുന്നു. അപ്പം അതിനെക്കുറിച്ച് കുറച്ച് ബുദ്ധിമുട്ട് കുട്ടികൾക്കും കൂടെ തന്നെ പാരൻസിനും ഉണ്ടാക്കുന്ന ഒരു കംപ്ലൈൻ്റ് ആയതുകൊണ്ട് തന്നെ മാറാത്ത ജലദോഷത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പം നമുക്ക് മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത് കോൾഡ്, അതായത് റണ്ണിങ് നോസ്, ജലദോഷം എന്ന് പറയുന്ന സംഭവം 2 കാരണങ്ങൾ കൊണ്ടാണ് മെയിനായിട്ട് ഉണ്ടാകുന്നത്. ഒന്ന് ഇൻഫെക്ഷൻസ് കൊണ്ടുണ്ടാവാം, രണ്ടാമത് യൂഷ്വലി അലർജി കൊണ്ടുണ്ടാവാം. അപ്പോൾ അണുബാധ കൊണ്ടുണ്ടാവുന്നത്, ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാവുന്നതിൽ സാധാരണഗതിയിൽ ചെറിയ പനി ഉണ്ടാവും, ബാക്കി സിംറ്റംസ് ഒക്കെ ഉണ്ടാവും. ചുമ, പിന്നെ മൂക്കിന്ന് വരുന്ന ജലദോഷത്തിൻ്റെ കളർ കുറച്ച് കഴിയുമ്പോൾ മഞ്ഞ കളറൊക്കെ ആയി മാറാറുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ ചിലപ്പോൾ കണ്ണ് ചുവപ്പോ അങ്ങനെ ബാക്കി ബുദ്ധിമുട്ടുകളും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാം അത് സാധാരണ ഒരു അണുബാധ കൊണ്ട്, ഇൻഫെക്ഷൻ കൊണ്ടുള്ളതാണ്. അത് ചികിത്സിച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ മാറുന്നതാണ്. പിന്നെ ചിലപ്പോൾ കുറച്ച് ദിവസം കൂടിയും കഴിയുമ്പോഴാണ്, ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടായിരിക്കും അത് വരിക. അല്ലാത്ത രീതിയിൽ നമ്മൾ കാണുന്ന മാറാത്ത ജലദോഷം സാധാരണഗതിയിൽ അലർജിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള പാരൻസിനുള്ള കുട്ടികൾ, പാരൻസിന് മാത്രം ആവണം എന്നില്ല, പാരൻസ് ചിലപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ഗ്രാൻഡ് പാരൻസിന് ചിലപ്പോൾ ഉണ്ടാവും. അപ്പം അങ്ങനത്തെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന അലർജിയുടെ ഭാഗമായിട്ടാണ് ഈ മാറാത്ത ജലദോഷം. അത് സാധാരണഗതിയിൽ മഞ്ഞ കളറിലായിരിക്കില്ല, വെള്ള കളർ, നീരിങ്ങനെ ഒലിച്ചിരിക്കുക, മൂക്കടപ്പ് വരിക, രാവിലെ ആകുമ്പോഴേക്കും തുമ്മലോട് തുമ്മൽ, അങ്ങനെയുള്ള റീസൺസ്. സെക്കൻഡ്, നിങ്ങൾ ഓർക്കേണ്ടത് ചെറിയ കുട്ടികളാണെങ്കിൽ, ചെറിയ കുട്ടികൾ എന്ന് പറഞ്ഞാൽ കുറച്ച് സ്കൂൾ ഗോയിങ് കുട്ടികളാണെങ്കിലും ഞങ്ങൾ കാണാറുള്ളത് മൂക്കിൽ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടുണ്ടാവും, ചെറിയ രീതിയിലുള്ള ചോക്കിൻ്റെ കഷ്ണമോ അല്ലെങ്കിൽ റബ്ബറിൻ്റെ കഷ്ണമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മൂക്കിൽ ഇട്ടിട്ടുണ്ടാവും. അത് പക്ഷെ വലിയ ബുദ്ധിമുട്ടൊന്നും കുഞ്ഞ് കാണിക്കില്ല, പക്ഷെ ഒരു മൂക്കടപ്പ്, മാറാത്ത വെള്ളമൊലി അങ്ങനെ ഉണ്ടാവും. അപ്പം നിങ്ങൾ ഓർക്കേണ്ടത് കുഞ്ഞിന് 2 മൂക്കുന്നും ഒരുപോലെ വെള്ളമൊലിക്കും ഇല്ല, ഒരു മൂക്കുന്ന് മാത്രമേ എപ്പോഴും ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിന് കൂടുതൽ സാധനം ഇങ്ങനെ എന്തെങ്കിലും കയറ്റി വെച്ചിട്ടുള്ളതിൻ്റെ ആയിരിക്കാം. അപ്പം നിങ്ങൾക്ക് തോന്നുന്നു അത് അവിടെ തന്നെ ഇരിക്കും, അതിനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. ചെറിയൊരു സാധനം ഫോറിൻ ബോഡി ഉണ്ടെങ്കിൽ ഇങ്ങനെ റണ്ണിങ് നോസ് കണ്ടിന്യൂസ് ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. മൂന്നാമത്തെ റീസൺ, ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന പോലെ അഡിനോയിഡിൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, മൂക്കിൻ്റെ പുറകിലുള്ള സ്ഥലത്ത് ഉണ്ടാവുന്ന ഒരു ഗ്രന്ഥിയാണ് അഡിനോയിഡ്. അഡിനോയിഡിൻ്റെ വലിപ്പം കൂടുതലുണ്ടെങ്കിൽ എന്തെങ്കിലും ഇത്തിരി കിട്ടിയാൽ തന്നെ മതി, അവിടെ നിന്ന് ഇങ്ങനെ അതിൻ്റെ ഒരു വീക്കം വരികയും കുട്ടിക്ക് മൂക്കടപ്പും ജലദോഷവും മാറാതെ നിൽക്കുകയും ചെയ്യും. പിന്നെയും കാരണങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടെങ്കിലും അതൊക്കെ കുറച്ചുകൂടി അപൂർവമായിട്ട് കാണുന്ന സംഭവങ്ങളാണ്. ഏറ്റവും കൂടുതൽ കാണുന്ന ഞാൻ ഈ രണ്ടാമത് പറഞ്ഞ സംഭവങ്ങളാണ്. അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ഇതേപോലെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ നിങ്ങളൊന്ന് കൺസൾട്ട് ചെയ്തിട്ട് മൂക്കിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക, അഡിനോയിഡിൻ്റെ ബുദ്ധിമുട്ടില്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കൂടുതലായിട്ടും ഇത് അലർജി കൊണ്ടായിരിക്കും. ഇനിയിപ്പോൾ ഇത് നമുക്ക് ചികിത്സിക്കാൻ മരുന്നുകളുണ്ടോ? തീർച്ചയായിട്ടും മരുന്നുകളുണ്ട്. കുഴപ്പമില്ലാത്ത, വലിയ സൈഡ് എഫക്റ്റുകൾ ഇല്ലാത്ത, നമുക്ക് വായിക്കൂടെ കൊടുക്കാവുന്ന മരുന്നുകളുണ്ട്. അല്ലാതെ മൂക്കിൽ അടിക്കുന്ന സ്പ്രേകളുണ്ട്, മൂക്കടുപ്പ് പോകാനുള്ള ഉറ്റിക്കുന്ന മരുന്നുകൾ. ഇങ്ങനെ മെയിൻ ആയിട്ടുള്ള 3 കാറ്റഗറി മരുന്നുകൾ തന്നെയുണ്ട്. അത് കുറേ ദിവസം കൊടുക്കണോ? ചില കുട്ടികൾക്ക് കുറച്ച് കൂടുതൽ ദിവസം കൊടുക്കേണ്ടി വരും. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കുട്ടികളുടെ വെയിറ്റിനനുസരിച്ചുള്ള ഡോസിൽ നമുക്ക് കുറച്ച് കൂടുതൽ ദിവസം കൊണ്ട് കൊടുക്കുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷെ മൊത്തത്തിൽ പറഞ്ഞു വന്നത്, ഈ പറഞ്ഞ ഏത് തരത്തിലുള്ള ജലദോഷമാണ് നമ്മുടെ കുട്ടിയുടെ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കൂ. എന്നിട്ട് എന്തെങ്കിലും സംശയങ്ങളും കമൻസും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയൂ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി അടുത്ത ദിവസം നമ്മൾ കൂടുതലായിട്ട് പറയാൻ പോകുന്നത് ഇങ്ങനെയുള്ള അലർജിക്ക് മരുന്നല്ലാതെ നമുക്ക് എന്തൊക്കെ ചികിത്സ ചെയ്യാം എന്നുള്ള കാര്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. പുതിയ വീഡിയോ വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.